ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഓർ BPR എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോണത്. ആ ഒരു BPR എന്നുള്ളത്, അതായത് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലൂസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകും. സോ അതിനു മുമ്പ് നമ്മൾ ഒരു മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ദ 1% കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ബിക്കോസ് നമ്മൾ ആ ഒരു വീഡിയോ ഈ ഒരു വീക്ക് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഈ ഒരു വീക്ക് കഴിഞ്ഞ് ആ വീഡിയോ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും. ആ ഒരു 1% കമ്മ്യൂണിറ്റി പറയുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഒരു എനിക്ക് ഞാൻ യൂസ് ചെയ്യണ ആ ഒരു പേഴ്സണൽ എഡ്ജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരു പ്ലാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് 1% കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ലേൺ ഫ്രം മീ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ആ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റയിൽ പോയിട്ട് 1% എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഐ വിൽ ടെസ്റ്റ് യു ബാക്ക്. ഓക്കെ ഓക്കെ, നമുക്കിത് ടോപ്പിക്കിലോട്ട് പോകാം. ജസ്റ്റ് ഓക്കെ, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ FPG കേട്ടിട്ടുണ്ടാവും, ഇൻവേഴ്സ് FPG കേട്ടിട്ടുണ്ടാവും. അപ്പൊ മാർക്കറ്റില് ആ ഒരു FPG-യും ഇൻവേഴ്സ് FPG-യും തമ്മിൽ ഒരു കമ്പൈൻ ചെയ്തിട്ട് ഒരു സോൺ വരില്ലേ? അതായത് ഒരു FPG ഉണ്ടാവും, ഒരു ഇൻവേഴ്സ് FPG ഉണ്ടാവും. അത് രണ്ടും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഏരിയ. ആ ഒരു ഏരിയനെ പറയണതാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. എന്താണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്? നിങ്ങൾ വേറെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവില്ല അവരെന്താ പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് സിംപിളി ഐഡന്റിഫൈ ചെയ്ത് തരാം. ഓക്കെ, എന്താണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്നുള്ളത്? അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഹൈ ഉണ്ട്, ഒരു ക്യാൻഡലിന്റെ ഹൈയും ഒരു ക്യാൻഡലിന്റെ ലോയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടില്ല. ആ ഓവർലാപ്പ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിനെ നമ്മൾ FPG എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ FPG എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് FPG-നെ മാർക്കറ്റ് ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഗൈൻ ഒരു FPG-യും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു FPG ഉണ്ട്. ഈ ഒരു FPG-നെ മാർക്കറ്റ് വന്ന് ഇൻവേഴ്സ് ചെയ്തു. ആൻഡ് ദെൻ ഇവിടെ ഒരു FPG-യും കൂടി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോ ഇവിടെ ഒരു ഏരിയ വന്നില്ലേ? അതായത് ഇത് നമ്മളൊരു ഇൻവേഴ്സ് FPG ആയിട്ട് നമ്മൾ കൺസിഡറും ചെയ്യും. ഇവിടെ നമുക്കൊരു FPG ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒരു പാത്ത് കാണിച്ചു തരാം. മാർക്കറ്റ് ഇങ്ങനെ മേലോട്ട് പോയതിനു ശേഷം ഇവിടെ ആ ഒരു ഇൻവേഴ്സ് FPG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദെൻ വീണ്ടും അഗെയിൻ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? മാർക്കറ്റ് അഗെയിൻ ഡൗണിലോട്ട് വരും. ഇതേപോലെ തന്നെ വൈസ് വേഴ്സ ആയിട്ടാണ് ആ ഒരു മാർക്കറ്റ് ബുള്ളിഷ് കണ്ടീഷനിൽ സംഭവിക്കുക. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ബിയറിഷ് കണ്ടീഷൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പ്രോപ്പർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇതിപ്പോ കോൺസെപ്റ്റ് മനസ്സിലായില്ല. അതായത് ഈ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ. അതായത് ഒരു ഇൻവേഴ്സ് FPG-യും ഒരു FPG-യും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ഏരിയ. ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. ജസ്റ്റ് അത് മാത്രം സിമ്പിൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആദ്യം എന്താ വേണ്ടത്? ആദ്യം ഒരു ഇൻവേഴ്സ് FPG-യും വേണം, ഒരു FPG ഉണ്ടാവണം. ആ ഒരു രണ്ട് ഇൻവേഴ്സ് FPG-യും FPG-യും കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ഏരിയ എവിടെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇങ്ങനത്തെ ഏരിയാസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എവിടെ നിന്നായിരിക്കും ഒരു റിവേഴ്സൽ പോയിന്റ്, അതായത് ഒരു റിട്രേസ്മെന്റ് മാർക്കറ്റിലോട്ട്, ഒരു പുൾ ബാക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ട് മാർക്കറ്റ് എവിടെ നിന്നായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അത് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രീസ് ആയിരിക്കും. ഇപ്പോൾ ഇത് എങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കും അറിയാം കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക? ഇപ്പൊ നിങ്ങൾ ഒരു ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് FPG മാത്രം യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു FPG മാത്രം യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അനുഭവിച്ചിട്ടുള്ള ഒരു മാറ്റർ ആയിരിക്കും. നിങ്ങൾ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ മാർക്കറ്റ് നിങ്ങളുടെ ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ടാപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ എൻട്രി സ്വാഭാവികമായിട്ട് എൻട്രി മിസ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ
ആ ഒരു സമയത്ത് ഓക്കെ എന്തുകൊണ്ടായിരുന്നു OB വന്നില്ല എന്നുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകും. ഓക്കെ, ഇതിവിടെ നമുക്ക് അതിനുള്ള ഉദാഹരണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ഇൻവേഴ്സ് FPG കാണാൻ പറ്റും. അതായത് ഇത് നോർമൽ FPG ആണ്. ഓക്കെ, ഇവിടെ ഇതൊരു നോർമൽ FPG അല്ലേ, അതായത് ഒരു ബിയറിഷ് FPG ആണ്. ബിയറിഷ് FPG ഇവിടെ നിന്ന് ഇൻവേഴ്സ് ചെയ്തു. ബിയറിഷ് FPG ഇൻവേഴ്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു FPG കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ മുമ്പ് നോക്കിയത് ബിയറിഷ് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ ഒരു ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്കൊരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ഒരു FPGയും അതായത് ഒരു ഇൻവേഴ്സ് FPGയും ഒരു FPGയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സെർട്ടൻ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. മാർക്കറ്റ് ഇവിടെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലേ, കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ്. അതിനെ ഞാൻ എന്ത് ഓർഡർ ബ്ലോക്ക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ടല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ നോർമലി ഒരു ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എൻട്രി എടുക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ നിങ്ങൾ ആ ഓർഡർ ബ്ലോക്കിലോട്ട് ടാപ്പ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രി നോർമലി മിസ് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള റീസൺ എന്താ? മാർക്കറ്റിൽ ഇവിടെ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഉണ്ട്. ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ മാർക്കറ്റ് ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിലോട്ട് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്ലോക്കിന്റെ അടിയിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗണിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആയി. ഓക്കെ, ആൻഡ് നമ്മുടെ ടാർഗറ്റ് ഏകദേശം നോർമലി 1:2 ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ നമുക്ക് ടാർഗറ്റും വെക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. 1:2 മാർക്കറ്റ് ഈസിലി അടിച്ചിട്ടുണ്ട്. 1:2.5 മാർക്കറ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിലെ ഒരു ബുള്ളിഷ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതായത് ബുള്ളിഷ് എക്സാമ്പിളിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഇങ്ങനെയായിരിക്കും കാണാം. ഇതേപോലെ നമുക്കൊരു ബിയറിഷ് എക്സാമ്പിളും കൂടി ജസ്റ്റ് നോക്കിയാലോ. ഓക്കെ, ബിയറിഷ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റിൽ ഒരു ഇൻവേഴ്സ് FPG ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ നമുക്കൊരു FPG ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു FPG മാർക്കറ്റ് ഇൻവേഴ്സ് ചെയ്തു. ഈ ഒരു മാർക്കറ്റ് FPG ഇൻവേഴ്സ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി. ആൻഡ് ദെൻ ഇവിടെ ഒരു കുട്ടി FPGയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇവിടെ ഒരു കുട്ടി FPGയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു FPGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. മനസ്സിലായോ? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കാം? ഇങ്ങനെയുള്ള FPGs നിങ്ങൾക്ക് ഹൈ പ്രോബിലിറ്റി ആയിരിക്കും. അതായത് ഒരു ഇൻവേഴ്സ് FPGയും ഒരു FPGയും കൂടി മാർക്കറ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഏരിയ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു FPG നിങ്ങൾക്ക് ഹൈ പ്രോബിലിറ്റി FPG ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു FPG എടുത്തു എന്ന് വിചാരിക്കുക. ഈ ഒരു FPGന്റെ കുറച്ച് ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്കൊരു ഇൻവേഴ്സ് FPGയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയനെ പറയണ പേരാണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ആ ഒരു ഏരിയ ഹൈ പ്രോബിലിറ്റി ആയിരിക്കും. മാർക്കറ്റ് റിവേഴ്സിങ് പോയിന്റ് ആയിരിക്കും. ഹൈ പ്രോബിലിറ്റി FPG ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് എൻട്രി എടുക്കും. മാർക്കറ്റ് ഈ ഒരു FPGന്റെ ഉള്ളിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി എടുക്കും. കാരണം എന്താ? ഇത് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. അവിടെ ഒരു ഇൻവേഴ്സ് FPG കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുക. നമ്മൾ ആ ഒരു പ്രീവിയസ് സ്വിംഗ് ആ ഹൈന്റെ മേലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ചു. നമ്മൾ സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ കൊണ്ടുവച്ചു. ആൻഡ് ദെൻ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഏകദേശം 1:4 അടിച്ചിട്ടുണ്ട്. നമുക്ക് 1:2 ആണെന്നുണ്ടെങ്കിൽ 1:2ന്റെ അടുത്ത് നമുക്ക് ടാർഗറ്റും വെക്കാം. ഈസിലി നമ്മുടെ ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് ഏതൊക്കെ സമയത്തിലായിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക?
നമുക്ക് മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക്, ഞാൻ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഹോപ്പ് ചെയ്തിരിക്കുന്നുണ്ടാവില്ല. അതായത് ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി നമ്മുടെ മിസ്സാവും. നമ്മുടെ എൻട്രിയിലോട്ട് വരാണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റിലോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. കാരണം മാർക്കറ്റിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ആ ഒരു BPR വന്ന് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സ് ആയി പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇത് വീഡിയോ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ